ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങൾ മഹത്തുക്കളായ പണ്ഡിതന്മാർ സൂചിപ്പിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, വൽ ഇത്തിക്കാഉ അലാ ഇലാദത്തിൻ, കട്ടിളയുടെ മേൽ ചാരി നിൽക്കുക, കട്ടിളപ്പടിയിൽ ഇരിക്കുക, അതുപോലെ തന്നെ കട്ടിളയിൽ ചാരി നിൽക്കുക, ഇതെല്ലാം ദാരിദ്ര്യം വരുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇലാദത്ത് എന്ന് പറഞ്ഞാൽ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഖശബത്താഹു മിൻ ജാനിബൈഹി, വാതിലിൻ്റെ ഇരുവശത്തുള്ള മരക്കഷ്ണങ്ങൾക്കാണ് ഇലാദത്ത് എന്ന് പറയുക. ആ മരക്കഷ്ണത്തിൽ ചാരി നിൽക്കുക, അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. നാമെല്ലാം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ വീടിൻ്റെ കട്ടിളപ്പടിയിൽ ഇങ്ങനെ ചാരി നിൽക്കുന്നത് കാണാൻ കഴിയും. അത്തരം വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വതവല്ലി ഫിൽ ഖലാഇ, ഖലായിൽ വെച്ചുകൊണ്ട് ഉളു എടുക്കുന്നതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഇത് നാം വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അധികം ആളുകളും വീട്ടിൻ്റെ ബാത്റൂമിൽ വെച്ചുകൊണ്ട് ഉളു എടുക്കലാണ് പതിവ്. എന്നാൽ നമ്മുടെ നാടുകളിൽ ഒക്കെ ബാത്റൂമും ടോയ്ലറ്റും എല്ലാം ഉൾപ്പെടുന്ന ഒരു റൂമായിട്ടാണ് ഇന്ന് കണ്ടുവരാറുള്ളത്. അപ്പോൾ ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് ഉളു എടുക്കുക എന്ന രൂപമാണ് കണ്ടുവരുന്നത്. ഇത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റും ഒന്നാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഉളു എടുത്താൽ അത് പതിവാക്കുന്ന ആളുകളിൽ ദാരിദ്ര്യമുണ്ടാക്കും, ആ പതിവാക്കുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? നാം ഒരുപാട് കാശുകൾ ചെലവാക്കിക്കൊണ്ട് വീടുകൾ നിർമ്മിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ആ ബാത്റൂമും ടോയ്ലറ്റും ഒന്ന് ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഒരു ഡോറ് വെച്ചിട്ട് രണ്ടും രണ്ടാക്കി തിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രയാസം ഉണ്ടാവുകയില്ല. അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അത് നാം എല്ലാവരും ശ്രദ്ധിക്കണം. അതിനുള്ള സൗകര്യങ്ങൾ കൂടി നാം കാണണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഖലായിൽ വെച്ചുകൊണ്ട് ഉളു എടുത്താലും ദാരിദ്ര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഇത്ഫ സിറാജി ബി നഫ്ഖിൻ, വിളക്ക് ഊതിക്കെടുത്തൽ കൊണ്ടും ദാരിദ്ര്യമുണ്ടാകും. ഇന്ന് അങ്ങനത്തെ വിളക്കുകൾ അപൂർവമാണ് കാണാൻ കഴിയുന്നത്. പഴയ കാലങ്ങളിലൊക്കെ കറണ്ട് വരുന്നതിന് മുമ്പ് വിളക്കുകളാണ് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നത്. അപ്പോൾ കാരണന്മാർ പറയാറുണ്ട്, വിളക്ക് ഇങ്ങനെ ഊതിക്കെടുത്തുമ്പോൾ അങ്ങനെ കെടുത്താൻ പാടില്ല എന്ന് പറയാറുണ്ട്. അതിൽ സത്യമുണ്ട്. അവർ പറയുന്നതാണ് അതിൻ്റെ ശരി എന്നുകൂടി നാം മനസ്സിലാക്കണം. വിളക്ക് ഊതിക്കെടുത്താൻ പാടില്ല. പിന്നെയോ കൈ കൊണ്ട് ഇങ്ങനെ കെടുത്തുകയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും രൂപങ്ങൾ, ഊതുക എന്ന രൂപം ഒഴിവാക്കി മറ്റുള്ള രൂപങ്ങളിലാണ് അത് കെടുത്താൻ വേണ്ടി നാം അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്ഫ സിറാജി ബി നഫ്ഖിൻ, വിളക്ക് ഊതിക്കെടുത്തിയാലും ദാരിദ്ര്യം വരും. വൽ കിതാബത്തു ബിൽ മഅഖൂദി മിൻ ഖലമിൻ, പൊട്ടിയ പേന കൊണ്ട് എഴുതിയാലും ദാരിദ്ര്യമുണ്ടാകും. പേന പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എഴുതാൻ വേണ്ടി ഉപയോഗപ്പെടുത്തരുത്, അത് മാറ്റിവെക്കണം. ആ പൊട്ടിയ പേന കൊണ്ട് എഴുതിയാലും ദാരിദ്ര്യമുണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. വൽ ഇംതിശാത്തു ബി മക്സൂരിൻ, അതുപോലെ തന്നെ പൊട്ടിയ ചീർപ്പ് കൊണ്ട് തല ചീവുക, വാരുക, ഇതൊക്കെ ചെയ്താൽ ദാരിദ്ര്യമുണ്ടാകും. പൊട്ടിയ ചീർപ്പ് ഉപയോഗിക്കാൻ പാടില്ല, പൊട്ടിയ പേന ഉപയോഗിക്കാൻ പാടില്ല. വഅക്ലുക ഫിൽ മഖ്ലൂബി, അതുപോലെ തന്നെ കമിഴ്ത്തപ്പെട്ടതായ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുക. പാത്രം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അത് കമിഴ്ത്തിയതായ രൂപത്തിൽ അതിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതും ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ തർക്കുൽ ലി ഖസ്രിൽ ഖസ്അത്തിൽ ഖുദമ, നമ്മൾ ഭക്ഷണം കഴിച്ചതായ പ്ലേറ്റ് അത് നാം സ്വന്തമായോ അല്ലെങ്കിൽ ഖാദിമീങ്ങളോ സേവകന്മാരോ അത് കഴുകലിനെ ഉപേക്ഷിക്കുക. പെട്ടെന്ന് കഴുകണം, അതാണ് അതിൻ്റെ രൂപം. നാം ഭക്ഷണം കഴിച്ചാൽ അത് കഴുകണം.
അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ കഴുകുക, അല്ലെങ്കിൽ നമ്മൾ ഖാദിമീങ്ങളായ ആളുകൾ അത് കഴുകുക. അത് കഴുകാതെ ഒരുപാട് സമയം ഇങ്ങനെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ്, പാത്രം അത് ഒഴിവാക്കിയിടുക. അത് ദാരിദ്ര്യമുണ്ടാക്കും. പ്രത്യേകിച്ച് നമ്മൾ രാത്രി സമയത്തൊക്കെ ഭക്ഷണമുണ്ടാക്കി കഴിച്ച പാത്രം അത് രാവിലെ സമയത്താണ് സഹോദരിമാരൊക്കെ കഴുകാറുള്ളത്. അതൊരിക്കലും ശരിയല്ല. അങ്ങനെ നിത്യമായി ചെയ്യുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാകും, ബർക്കത്തുണ്ടാവുകയില്ല എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൽ ബുഖ്ലു, പിശുക്ക് ഉള്ള വ്യക്തിക്കും ദാരിദ്ര്യമുണ്ടാകും. വൽ കസ്ലു, അള്ളാഹുവിനെ വഴിപ്പെടുന്ന മാർഗത്തിൽ മടിയുണ്ടാവുക, ആ വ്യക്തിക്കും ദാരിദ്ര്യമുണ്ടാകും. വൽ ഇസ്റാഫു, അമിതം പ്രവർത്തിക്കുക, നമുക്കുള്ള സമ്പത്ത് അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന വഴിയിൽ ഉപയോഗിക്കുക, അത് തന്നെ മിതമായ രൂപത്തിലുള്ള അള്ളാഹു തആല പൊരുത്തപ്പെടുന്ന വഴിയിലൂടെ അത് ചെലവഴിക്കുക. ഏത് വിഷയത്തിൽ ചെലവഴിക്കുമ്പോഴും മിതത്വം പാലിക്കുക. അതിനെതിരെ ചെയ്യലാണ് ഇസ്റാഫ്, അമിതം പ്രവർത്തിക്കുക. അത് ചെയ്യാൻ പാടില്ല. ആ ഇസ്റാഫ് കൊണ്ടും ദാരിദ്ര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മൻഉ ഖമീറത്തിൻ, ഉറപാരാനുള്ള മോര് തടഞ്ഞു വെക്കൽ കൊണ്ടും ദാരിദ്ര്യം ഉണ്ടാകും. മോരുണ്ടാക്കുമ്പോൾ അതിന് ഉറൊഴിക്കുന്നതായ ആ മോര് കൊടുക്കാതിരിക്കുക. ഒരാൾ ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കുക, അത് തടഞ്ഞു വെക്കുക. അതുകൊണ്ടും ദാരിദ്ര്യമുണ്ടാകും. തഅമ്മുമു ജാലിസിൻ, ഇരുന്ന് കൊണ്ട് തലപ്പാവ് ധരിക്കുക. തലയിൽ കെട്ടുന്നത് ഇരുന്ന് കൊണ്ട് തലയിൽ കെട്ടുക. അങ്ങനത്തെ വ്യക്തികൾക്കും ദാരിദ്ര്യമുണ്ടാകും. വലാ സഖമ, രോഗമൊന്നുമില്ലാത്ത രൂപത്തിൽ, അഥവാ നിൽക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല, ഒരു രോഗവുമില്ല, ആ വ്യക്തി ഇരുന്ന് കൊണ്ട് തലപ്പാവ് ധരിക്കുക, തലയിൽ കെട്ടുക. അത് ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ കദ തസറുവുലു ഖായിമൻ, നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക. ഇതും ദാരിദ്ര്യമുണ്ടാക്കുന്ന കാര്യമാണ്. പാൻറ് ധരിക്കേണ്ടത് ഇരുന്ന് കൊണ്ടാണ്, നിന്നുകൊണ്ടല്ല. അത് നിന്നുകൊണ്ട് പാൻറ് ധരിക്കുമ്പോൾ ദാരിദ്ര്യമുണ്ടാകും. ഇതെല്ലാം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുപോലെ തന്നെ വതർക്കുക നസ്ജൽ അങ്കബൂത്തി ബി ബൈത്തിൻ യൂരിസുൽ ഉദുമ, എട്ടുകാലിയുടെ വല അത് വൃത്തിയാക്കാതെ വീട്ടിൽ എട്ടുകാലിയുടെ വല കെട്ടി നിൽക്കുക. ഇതും ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ഈ എട്ടുകാലിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വല വീട്ടിൽ നിന്ന് ഒഴിവാക്കാതെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് അവിടെ വിശദീകരിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഓർമ്മപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.